ഇപ്പൊ തന്നെ മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ മഴയാണ് ഇന്നലെ രാത്രി മൊത്തം പെയ്തത്. ഇപ്പോൾ അതിൻ്റെ ആഘാതം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആശങ്ക കൂടുന്നുണ്ട്. മഴ കൂടുന്നതനുസരിച്ച് ആശങ്ക കൂടും. മഴ കൂടുമ്പോൾ ഇവിടുത്തെ വെള്ളം ഉയരും. അവിടെയും മഴ ഇതേപോലെ തുടർന്നുകൊണ്ട് അവിടുത്തെ ഒഴുക്കും കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടേക്ക് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. അതൊരാശങ്ക ഉണർത്തുന്ന കാര്യമാണ്. ഇതെല്ലാം പ്രവചനാതീതമാണ്. ഇന്നലെ ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു, കാലാവസ്ഥ പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനത്തിൽ പറയുന്നത് ഇന്നലെ രാത്രി കംപ്ലീറ്റ് മഴയും ഇന്ന് നല്ല തെളിച്ചവുമാണെന്നാണ്. എന്നാൽ ഇന്ന് 4 മണിക്ക് പുതിയ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഇന്നും മഴ ഉണ്ടാകുന്നതാണ്. ഈ റാന്നി ഉൾപ്പെടെയുള്ള നമ്മുടെ ജില്ല ഓറഞ്ച് അലർട്ടിലേക്ക് മാറി, ഗ്രീനിൽ നിന്നും യെല്ലോയിൽ നിന്നും മാറി ഓറഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ, അത്ര ഭീതികരമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം. എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എല്ലാ മുൻകരുതലും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് പോലും നല്ല കാറ്റും നല്ല മഴയും ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു പക്ഷേ ഈ പൊടിയിലൊക്കെ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി മലയോര മേഖലയിൽ പെയ്ത മഴയൊക്കെ ഒരു പക്ഷേ വരും മണിക്കൂറുകളിലേക്കായിരിക്കും ഈ റാന്നി ടൗണിലേക്കൊക്കെ എത്തുക. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം നിർദ്ദേശമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. പരമാവധി വീടുകളിലെ ആളുകളോടൊക്കെ തന്നെ ഇവിടെ നിന്നും അവിടുന്ന് ഈ വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിലെ ആളുകളൊക്കെ തന്നെ മാറി ക്യാമ്പിലേക്ക് വരാനുള്ള നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയ വീടുകളിലെ ആളുകളൊക്കെ തന്നെ വെള്ളം ഇറങ്ങിയ സമയത്തൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. അവരോടൊക്കെ വീണ്ടും ഇത്തരത്തിൽ തിരിച്ച് ഇവിടേക്ക് ക്യാമ്പിലേക്ക് എത്താനുള്ള നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് ഈ സ്ഥലം MLA പടകുളം മധു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി മഴ പെയ്യുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്, ആശങ്കപ്പെട്ട സാഹചര്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും മൂഴിയാർ ഡാം കൂടി തുറക്കുമ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയരുമോ എന്നൊരാശങ്ക പ്രദേശത്തൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് റാന്നി പാലത്തു നിന്നുള്ള കാഴ്ചകളാണ്. എന്തായാലും എല്ലാ മുൻകരുതലും സ്വീകരിച്ചെന്നാണ് സ്ഥലം MLA അടക്കം വ്യക്തമാക്കുന്നത്. ശരി ശരി രജീഷാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ പടകുളം മധു MLAയുടെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ മഴ ബാധിച്ച അല്ലെങ്കിൽ മഴക്കെടുതിയുള്ള പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ആളുകൾക്ക് നിർദ്ദേശം നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകം എടുത്തു പറയാനുള്ളത്. കാരണം പ്രകൃതി അടുത്ത നിമിഷം എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്ക് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അതിതീവ്ര മഴ, ഒരു മേഘവിസ്ഫോടനം, മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരും മുൻകൂട്ടി കാണുക എന്നതാണ്. അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുക, മുൻകരുതലുകൾ എടുക്കുക, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മളായി തന്നെ മാറി താമസിക്കുക എന്നതാണ് ഈ നിമിഷം ചെയ്യേണ്ടത്. നമുക്കിനി മറ്റ് ജില്ലകളിലെ സ്ഥിതിഗതികൾ കൂടി നോക്കേണ്ടതുണ്ട്. അവിടേക്കൊക്കെ പോകാം. അതിനു മുൻപ്